നമ്മളൊരു കസ്റ്റമറിന്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. ഇതിൽ വെച്ച് അസംബ്ലി ചെയ്യുന്ന സമയത്തുള്ള കസ്റ്റമറാണ്. 7-8 വർഷമായി ആ കസ്റ്റമറുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊടുത്ത ക്യാമറ. ഇത് കുറച്ച് പഴക്കമുള്ളതാണ്. നമ്മളൊരു 7-8 വർഷം മുമ്പ് കൊടുത്താണ്. 2MP ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കസ്റ്റമറിനോട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ ഒരു ക്യാമറ ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് എത്ര വർഷമായി? ഈ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7 വർഷം ആവാറായി. എനിക്ക് തോന്നുന്നു 2018 അത് വെച്ചിരുന്നത്. ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഫിറ്റിങ്സ് ഇത് ഞങ്ങൾ തന്നെയാണ് ചെയ്തത്, പുറമേ നിന്ന് ആരും വന്ന് ചെയ്തതൊന്നുമല്ല. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഹസ്ബൻഡ് പറയാം. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾ വെക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നമ്മൾ ടെക്നീഷ്യനെ പറ്റി ആലോചിച്ചിരുന്നു. അപ്പോൾ പിന്നെ അത് കുറച്ചും കൂടി ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ തോന്നി നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് തന്ന സമയത്ത് ഇങ്ങനെ കണക്ടറിനെ കുറിച്ചും കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇത് ചെയ്തത്. ഞാനും മൂത്ത മകൾ അവിടെ സ്കൂളിൽ പോയതാണ്, ട്യൂഷൻ ക്ലാസ്സിൽ റിഷ, അവളും ഞാനും കൂടിയാണ് ഇതെല്ലാം പൈപ്പിട്ടതും വയറ് വലിച്ചതും കണക്ഷൻ കൊടുത്തതും ഇതിൻ്റെ ഇതൊക്കെ. അപ്പോൾ നമുക്ക് സാധാരണ ഒരാൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറയുടെ ആംഗിൾ തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മളെ സൗകര്യത്തിന് ഫിറ്റ് ചെയ്താൽ പോരാ. ഇപ്പം നമ്മളിവിടെ വെച്ചിട്ടുള്ളത് 8 ക്യാമറയാണ്. അപ്പോൾ ഒരു 4 ചാനൽ ക്യാമറ വെക്കുക എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പം പിന്നീട് എപ്പോഴെങ്കിലും ക്യാമറയുടെ എണ്ണം കൂട്ടേണ്ടി വന്നാൽ അത് പറ്റില്ല. DVR ചെറിയ വില വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് 8 ചാനലാണ് വെച്ചിരുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഫുള്ള് ക്യാമറ വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ വീട് മൊത്തം കവർ ചെയ്യാനും പുറത്തേക്കൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് 8 ക്യാമറ വെച്ചു. 8 ക്യാമറയും നമ്മൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആംഗിൾ തീരുമാനിക്കാനുള്ള ചെറിയൊരു ഇതുണ്ട്. കാരണം എല്ലാ ഭാഗവും ഒരു ചെറിയ പോയിന്റ് പോലും വിട്ടു പോവാതെ വെക്കാനുള്ള ഒരിതാണ് സാധാരണക്കാർ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിന് നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോൺ വെച്ച് നോക്കിയിട്ട് ആ ഫോണിലെ ഡിസ്പ്ലേയിൽ എങ്ങനെയാണോ കാണുന്നത് അത് ആംഗിളിൽ ക്യാമറയുടെ പൊസിഷൻ തീരുമാനിക്കുക. പിന്നെ ഹൈറ്റ് ഒക്കെയാണ് തീരുമാനിക്കുന്നത്. ഇത് വലിയ സാങ്കേതിക കാര്യമൊന്നുമല്ല, ഏത് സാധാരണക്കാർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ വെച്ച് നോക്കിയിട്ട് മൊബൈൽ ഫോണൊക്കെ വെച്ച് നോക്കിയിട്ട് എവിടെ വെക്കണം എന്ന് ആദ്യം തീരുമാനിച്ചു. പിന്നെ ചെറിയ ഒരു ഡ്രില്ലിംഗ് മെഷീൻ, ചെറിയ ഉപകരണങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഞങ്ങൾ തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചിലവ് എന്ന് പറയുന്നത് അന്ന് ഞാനിങ്ങനെ കുറേ ആളുകളെടുത്തു, കമ്പനി ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആളുകളെടുത്തും പിന്നെ അന്വേഷിച്ച സമയത്ത് അന്ന് ഇത്ര വ്യാപകമായിട്ട് ക്യാമറ വെച്ചിട്ടില്ല. അപൂർവം ചില ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരോടൊക്കെ ചോദിച്ച സമയത്ത് ഒരു 30,000 രൂപയോളം 8 ചാനൽ ക്യാമറയ്ക്ക് വേണ്ടി വരും, ഇൻസ്റ്റലേഷൻ ചാർജ് അടക്കം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മളിങ്ങനെ ഇവർ തന്നെ അങ്ങനെ അസംബ്ലി ചെയ്യുന്ന ഇതായതുകൊണ്ട് പിന്നെ എല്ലാം കൂടി ഒരു 15,000 രൂപയുടെ ഇതിന് വന്നു. ഞങ്ങൾ ക്യാമറ വെച്ചതിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയോ? ക്യാമറ വെച്ചത് വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം ഞങ്ങളെപ്പോലെ 2 പേരും ജോലിക്ക് പോകുന്ന വീടുകളിലൊക്കെ നമുക്ക് ഓഫീസിലിരുന്ന് തന്നെ വീട്ടിലെ കാര്യങ്ങൾ ലൈവായിട്ട് കാണാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നില്ലേ, തിരിച്ചു വരുന്നുണ്ടോ തുടങ്ങിയ ആകുലതകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് പോവാം. ഇതാണ് നമ്മളുടെ ക്യാമറയുടെ മൊബൈലിൽ കാണുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിലിപ്പോൾ 8 ക്യാമറയും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. പിന്നെ ഇതിപ്പോൾ ലൈവായിട്ട് കാണുന്നതാണ്. ഈ കോലായിലെ ക്യാമറയാണ്. പിന്നെ ഇത് റോട്ടിലേക്കുള്ളതാണ്. റോട്ടിൽ വേറെ ഉണ്ട്, പക്ഷെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് റോട്ടിലേക്കുള്ളതാണ്. നമുക്ക് ഇവിടെ വീട്ടിലുള്ള എല്ലാവരുടെയും മൊബൈലിൽ ഇങ്ങനെ കാണാൻ കഴിയും. അതിൻ്റെ പുറമെ നമുക്ക് കമ്പ്യൂട്ടറിലെ ഡെസ്ക്ടോപ്പിലെ മോണിറ്ററിൽ കാണാം, ലൈവായിട്ട് കാണാം. TV കണക്ട് ചെയ്താൽ TV-യിലും കാണാം. ഇതാണ് ഞങ്ങളെ കസ്റ്റമറിൻ്റെ റിവ്യൂ വീഡിയോ. അപ്പോൾ ഇത് ഞങ്ങളെ ക്യാമറ തുടക്കത്തിൽ കൊടുത്ത ക്യാമറയാണ്. അതേ ക്യാമറൻ്റെ അതേ വിഷ്വലാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളതും. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.